അതായത് കല്യാണം ശരിക്കും ലേറ്റ് ആക്കുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്, കുട്ടികൾ വേണമെങ്കിൽ തന്നെ അത് വീണ്ടും ലേറ്റ് ആക്കുന്നു. പിന്നെ ആദ്യത്തെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന് മുലപ്പാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ സമയം കിട്ടുന്നില്ല, പ്രോപ്പർലി നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. ഇതും എല്ലാം ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാണ്. ഫാമിലി ട്രഡീഷൻ പ്രകാരം എല്ലാവർക്കും ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ഇവർ ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പേ ബ്രസ്റ്റ് മുറിച്ച് കളഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടാകും. ചെയ്യാറുണ്ട്. ആഞ്ചലീന ജോളി അങ്ങനെയാണ്. സ്മോക്ക് ചെയ്യാത്തവരിൽ ഞാൻ ലങ് ക്യാൻസർ കണ്ടിട്ടുണ്ട്. ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാത്തവരിൽ ഞാൻ ലിവർ ക്യാൻസറും കണ്ടിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? സ്ത്രീകൾ ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ. എന്നാൽ അത് ആദ്യമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ, മികച്ച ചികിത്സ നൽകിയാൽ പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് അത്. ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ഇവിടെയുള്ളത് ഡോക്ടർ വരുൺ രാജ്, സീനിയർ കൺസൾട്ടൻറ്റ് ഓൺകോളജിസ്റ്റ്, മെഡിക്കൽ ട്രസ്റ്റ്. ഐ വെൽക്കം യു ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിൽ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ കൂടാനുള്ള കാരണം? യങ്സ്റ്റേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരാനുള്ള കാരണം മെയിൻലി ലൈഫ് സ്റ്റൈൽ തന്നെ ആണ്. കാരണം ഇപ്പോഴത്തെ യങ് ജനറേഷൻ ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ട്രെസ്സുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പ്രയോറിറ്റീസ് മാറുന്നു. അതായത് കല്യാണം ശരിക്കും ലേറ്റ് ആക്കുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്, കുട്ടികൾ വേണമെങ്കിൽ തന്നെ അത് വീണ്ടും ലേറ്റ് ആക്കുന്നു. പിന്നെ ആദ്യത്തെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന് മുലപ്പാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ സമയം കിട്ടുന്നില്ല, പ്രോപ്പർലി നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. ഇതെല്ലാം ഹോർമോൺ ലൈഫിനെ അഫക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് ഒരു മെയിൻ ഫാക്ടറാണ്. ആൽക്കഹോളിൻ്റെ യൂസ്, പിന്നെ സ്ട്രെസ്സും ടൈമും നമുക്ക് ആക്ച്വലി ഇഷ്യൂസ് ആകുന്നതുകൊണ്ട് മിക്കവരും ശരിക്കും ജങ്ക് ഫുഡിൻ്റെ കൺസപ്ഷൻ കൂടുന്നുണ്ട്. ഇതും എല്ലാം ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ? ഇപ്പോൾ സ്മോക്ക് ചെയ്യാത്തവരിൽ ഞാൻ ലങ് ക്യാൻസർ കണ്ടിട്ടുണ്ട്. പിന്നെ അതേമാതിരി ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാത്തവരിൽ ഞാൻ ലിവർ ക്യാൻസറും കണ്ടിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? ഇത് ഞങ്ങളുടെയൊക്കെ സാധാരണ പ്രാക്ടീസിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ചില പേഷ്യൻസ് ഒന്നും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞാൻ പുക വലിക്കാറില്ല, ഞാൻ മദ്യം കഴിക്കാറില്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാറില്ല, വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാറുള്ളൂ, ഞാൻ വെജിറ്റേറിയനാണ്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആക്ച്വലി ക്യാൻസർ ബേസിക്കലി ഒരു ജെനറ്റിക് ഡിസീസാണ്. നമ്മുടെ ശരിക്കും ജീനിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ക്യാൻസർ വരുന്നത്. അത് ഒരിക്കലും ഒരു കാരണങ്ങൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്, അത് മൾട്ടി ഫാക്ടോറിയലാണ്. നമ്മൾ ഒരാൾ പുക വലിക്കാതിരുന്നാൽ അവരിൽ ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു പുകവലിക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ നമ്മൾ 100% നമുക്ക് ക്യാൻസർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള കാരണങ്ങൾ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, അപ്പം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ റേഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ, ഇതും കൊണ്ടൊക്കെ നമുക്ക് ക്യാൻസർ വരാം. അതേപോലെ തന്നെ ലിവർ ക്യാൻസർ വരാനുള്ള ഒരു കാരണം മാത്രമാണ് മദ്യപാനം. ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് മദ്യപാനം ഇല്ലാതെയും വരാം, നമ്മുടെ ലിവിങ് ഹാബിറ്റ്സും കൊണ്ട് വരാം, അല്ലെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുമല്ലോ, അതായത് ഒട്ടും വ്യായാമം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരിൽ. അപ്പം ഇവരിൽ ശരിക്കും ഫാറ്റി ലിവർ വന്നിട്ട് നമുക്ക് ലിവർ ക്യാൻസർ വരാം. അതല്ലെങ്കിൽ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം വന്നിട്ട് കാരണം അവരിൽ മിസാച്ച് ലിവർ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മിക്ക ക്യാൻസറുകളും മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പം നമ്മുടെ ലിവിങ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് നമുക്ക് ആക്ച്വലി കുറയ്ക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരിക്കലും അസുഖമൊന്നും വരില്ല എന്നല്ല. അപ്പം ഇതാണ് കാരണം ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം. ഡോക്ടറിൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു കേസ് ഷെയർ ചെയ്യാൻ പറ്റും? എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു പെൺകുട്ടിയാണ്. കാരണം 25 വയസ്സേ ഉള്ളൂ, വളരെ സ്മാർട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു ലേഡി, TV ആങ്കറാണ്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, ആദ്യത്തെ സ്റ്റേജിലുള്ള അസുഖമാണ്. ആക്ച്വലി ഒരു 4 മാസത്തെ കീമോയും കൂടെ ആവശ്യമുണ്ടായിരുന്നു അസുഖം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി. അപ്പം ആളത് ഒരിക്കലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവളുടെ മുടി പോകും, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടി. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം എടുത്തു, പല സിറ്റിങ്ങുകളായിട്ട് അവളുടെ കൂടെ ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ദ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. കാരണം ഈ പോയ മുടിയും സ്കിന്നും എല്ലാം വീണ്ടും പഴയ പോലെ നോർമലാകും, പക്ഷേ അസുഖം തിരിച്ചു വരാതിരിക്കുക എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് നമ്മൾ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടിയാണെങ്കിലും കൺവിൻസ് ചെയ്തു, ചികിത്സ പൂർത്തിയാക്കി. ഇപ്പം അവിടെ പാറിപ്പടന്ന് നടക്കുന്നു, വീണ്ടും പഴയ പോലെ തന്നെ TV ആങ്കറായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം.
ഡോക്ടർ, നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സെൽഫായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാ സ്ത്രീകളും 20 വയസ്സ് മുതലേ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി മാസത്തിൽ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും നല്ലത് പീരിയഡ്സിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും നല്ലത്. നമുക്ക് റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. ആക്ച്വലി 2 മിനിറ്റേ എടുക്കുകയുള്ളൂ. എല്ലാവരും കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 2 കൈയും നമ്മൾ മുകളിലോട്ടും താഴോട്ടും ആക്കുക. ആ സമയത്ത് ഈ 2 ബ്രസ്റ്റിൻ്റെയും സൈസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും പക്കറിങ് അല്ലെങ്കിൽ സ്കിൻ ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിമ്പിൾ എന്ന് പറയും, ഡിമ്പിൾ പോലെ എന്തെങ്കിലും ഉള്ളിലോട്ട് നിൽക്കുന്നുണ്ടോ, അതുമല്ല ഉണ്ടെന്ന് 2 ബ്രസ്റ്റിൻ്റെ സൈസിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സാധാരണ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ നിപ്പിൾ പ്രസ് ചെയ്ത് നോക്കാൻ പറയും. കാരണം നിപ്പിളിൽ എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് ശേഷമാണ് ആക്ച്വലി കൈയും കൊണ്ടുള്ള എക്സാമിനേഷൻ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ കൈയുടെ അറ്റം വെച്ച് കുത്തി നോക്കും. അപ്പോൾ അത് തെറ്റാണ്. കാരണം അതിൻ്റെ താഴെ ചെറിയ മുഴകളുണ്ടെങ്കിൽ തെന്നിപ്പോവുകയുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഉള്ളംകൈയുടെ ഈ ഭാഗം കൊണ്ടാണ് ശരിക്കും മൃദുവായിട്ട് പ്രസ് ചെയ്ത് നോക്കുക. അതൊരു ഓർഡർലി ആയിട്ട് പോവുക. ഇപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ രീതിയിൽ തന്നെ പോവുക. അത് അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല. മാസത്തിൽ ഒരു ദിവസം ചെയ്യുക. കാരണം എല്ലാ ദിവസവും ചെയ്താൽ ഈ ബ്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കൊരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും അബ്നോർമലായിട്ട് അല്ലെങ്കിൽ സംശയകരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, പുതിയ മുഴയോ അല്ലെങ്കിൽ സ്കിന്നിലെ മാറ്റങ്ങളോ നിപ്പിളിലെ ഡിസ്ചാർജോ വല്ലതും തോന്നുവാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണുക. ഡോക്ടർ, എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിൽ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ കൂടാനുള്ള കാരണം? യങ്സ്റ്റേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരാനുള്ള കാരണം മെയിൻലി ലൈഫ് സ്റ്റൈൽ തന്നെ ആണ്. കാരണം ഇപ്പോഴത്തെ യങ് ജനറേഷൻ ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ട്രെസ്സുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പ്രയോറിറ്റീസ് മാറുന്നു. അതായത് കല്യാണം ശരിക്കും ലേറ്റ് ആക്കുന്നവരുണ്ട്. കല്യാണം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. കുട്ടികൾ വേണമെങ്കിൽ തന്നെ അത് വീണ്ടും ലേറ്റ് ആക്കുന്നു. പിന്നെ ആദ്യത്തെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന് മുലപ്പാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ സമയം കിട്ടുന്നില്ല. പ്രോപ്പർലി നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. ഇതെല്ലാം ഹോർമോൺ ലൈഫിനെ അഫക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് ഒരു മെയിൻ ഫാക്ടറാണ്. ആൽക്കഹോളിൻ്റെ യൂസ്, പിന്നെ സ്ട്രെസ്സും ടൈമും നമുക്ക് ആക്ച്വലി ഇഷ്യൂസ് ആകുന്നതുകൊണ്ട് മിക്കവരും ശരിക്കും ജങ്ക് ഫുഡിൻ്റെ കൺസപ്ഷൻ കൂടുന്നുണ്ട്. ഇതും എല്ലാം ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാണ്. ഡോക്ടർ, മുമ്പൊക്കെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒരു പെർട്ടിക്കുലർ ഏജ്, ഒരു 50 years ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ അത് യങ്സ്റ്റേഴ്സിലും കാണപ്പെടുന്നുണ്ട്. അത് ശരിയാണോ? പണ്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒരു 60 വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണയായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഈ അടുത്ത് കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാം കാണുന്നത് ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് 40 വയസ്സിന് താഴെയുള്ളവരിൽ ഈ സ്തനാർബുദം വളരെ കൂടുതലായിട്ട് ഞങ്ങളെല്ലാം കാണുന്നുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് കൂടുതലും യുവാക്കളാണ്. അപ്പം അത് ഈ പറഞ്ഞ ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കാരണം ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ അതൊരു വലിയൊരു ആരോഗ്യ പ്രശ്നമായി മാറാം. അപ്പം ഇതിനകത്ത് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം മിക്ക ചെറുപ്പക്കാരും അവർ ഇതിനെപ്പറ്റി അധികം ബോധേഡല്ല. കാരണം ഞങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങളിപ്പം ഇത് ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു അസുഖമല്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഇത് പ്രായമുള്ളവർക്ക് മാത്രമാണ് വരുന്നത്, അതുകൊണ്ട് അവർ ടെസ്റ്റ് ചെയ്യാറില്ല. അപ്പം മിക്കപ്പോഴും അത് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആകാറുണ്ട്. കാരണം റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റിലല്ലാതെ തന്നെ പല രീതിയിലുള്ള തടിപ്പുകൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് കേട്ടിട്ടുണ്ടാകും ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ സിസ്റ്റിക് ഡിസീസ്. അങ്ങനെ സാധാരണ രീതിയിലുള്ള ക്യാൻസർ അല്ലാത്ത മുഴകൾ ആ പ്രായത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പം മിക്ക ചെറുപ്പക്കാരും ഇത് പ്രശ്നമല്ല എന്ന് വെച്ച് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്യാൻസർ യങ്സ്റ്റേഴ്സിൽ വരുമ്പോൾ അത് കുറച്ച് ഹൈ ഗ്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കട്ടി കൂടിയ ക്യാൻസർ ആയിരിക്കും. നമ്മൾ ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊക്കെ പറയും. അതുപോലുള്ള ക്യാൻസർ ആയിരിക്കും ചെറുപ്പക്കാരിൽ വരുന്നത്. അപ്പം മിക്കപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലേറ്റ് ആവും. പിന്നെ അസുഖം വരുമ്പോൾ അത് കുറച്ച് കട്ടി കൂടിയ ടൈപ്പായിരിക്കും വരുന്നത്. അപ്പോൾ ചെറുപ്പക്കാരിൽ ഇപ്പം വളരെയധികം ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ. അതിൻ്റെ കാരണം നമ്മൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ കൂടുതലും ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് സ്ത്രീ ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതലും ഇത് സ്ത്രീകളിലാണ് വരുന്നത്. പിന്നെ അതായത് പ്രായം കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ മൂന്നാമത്തെ കാരണമാണ് ഒരു സ്ത്രീയുടെ ഹോർമോണൽ ലൈഫ്. അതായത്
ആർത്തവം ആരംഭിക്കും മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടം. ഉദാഹരണത്തിന് കാരണം ഒരു കുട്ടി ഒരു 10-ാം വയസ്സിൽ ആർത്തവം ആരംഭിക്കുകയും ഒരു 60-ാം വയസ്സിലാണ് ആർത്തവം അവസാനിക്കുന്നതെങ്കിൽ അവരുടെ ഹോർമോണൽ ലൈഫ് 50 വർഷമാണ്. സോ ഇറ്റ്സ് എ ലോങ് പീരീഡ് അല്ലേ. അപ്പം അത്രയും നാളും ഈ ഹോർമോണോട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഈ ഹോർമോണൽ ലൈഫ് കൂടുന്തോറും നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ശരിക്കും കൂടുതലാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പം അതായത് കല്യാണം ലേറ്റ് ആവുകയാണ്, പിന്നെ അല്ലേ കുട്ടികൾ വേണ്ടെന്ന് വെക്കുകയാണ്, അല്ലെ കുട്ടികളില്ലാത്ത അവസ്ഥ, കുട്ടികളുണ്ടായാൽ തന്നെ മുലപ്പാൽ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മിക്കപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ ഹോർമോണൽ ലൈഫ് കൂടുക ചെയ്യുന്നത്, ഹോർമോണൽ എക്സ്പോഷർ കൂടുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രെസ്സ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, കൂടുതലും ജങ്ക് ഫുഡ് കഴിക്കുമ്പം ഒബീസിറ്റി ഉണ്ടാകുന്നു. കാരണം ഒബീസിറ്റി ഇറ്റ്സെൽഫ് കാരണം ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറിനൊരു കാരണമാണ്. നമ്മൾ അമിതവണ്ണം അല്ലെ എന്നൊക്കെ പറയുമല്ലോ. പിന്നെ ആൽക്കഹോളിൻ്റെ യൂസ്, ഇതെല്ലാം യങ്സ്റ്റേഴ്സിൽ കാരണം അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു രീതി അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആക്ച്വലി ആകുന്നുണ്ട്. അപ്പം അതും ഇപ്പം ഈ ആദ്യം ചോദിച്ച പോലെ ചെറുപ്പക്കാരിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണത്. ജെനറ്റിക്സിന് റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പക്ഷേ നമ്മളെല്ലാവരും നമ്മൾ കൺസേൺഡ് ആകുന്ന പോലെ ഇല്ല. കാരണം ഒരു 5% ഉള്ളൂ ശരിക്കും ജെനറ്റിക്സ് റോള്. ജെനറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ക്യാൻസർ ഉണ്ടാകാമോ എന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. അത് മൊത്തം ഉള്ള ക്യാൻസറുകളിൽ ഒരു 5% ഉള്ളൂ. അത് നമ്മുടെ ശരിക്കും നമ്മുടെ ഫാമിലിയിൽ വേറെ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ടൈപ്പ് ക്യാൻസറാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫാമിലിയിൽ ഒരാൾക്ക് ഇപ്പം വായിലുണ്ടാകുന്ന ഒരു ക്യാൻസർ അല്ലെങ്കിൽ നാക്കിലുണ്ടാകുന്ന ഒരു ക്യാൻസർ ഉണ്ടായാൽ അതും ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് കണക്റ്റഡ് അല്ല. കാരണം അത് പുകവലിയോ അല്ലെങ്കിൽ ശരിക്കും പുകയിലയുടെ ഉപയോഗം കൊണ്ടുണ്ടായതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. ശരിക്കും ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറും ഓവറി ക്യാൻസറും ഒക്കെ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ അമ്മ അല്ലെങ്കിൽ അമ്മയും ആൻറ്റിമാർ, പെങ്ങന്മാർ അല്ലെങ്കിൽ ഫസ്റ്റ് കസിൻസ് അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിനുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അത് പക്ഷേ ഒരു 5% പാരമ്പര്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഈ ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരെ ബാധിക്കുമോ? ഉണ്ടാകാം. കാരണം ഇത് സ്ത്രീകളിൽ മാത്രം വരുന്ന അസുഖമല്ല. പക്ഷേ ഒരു 99% സ്ത്രീകളിൽ മാത്രം വരുന്ന അസുഖമാണ്. പക്ഷേ വളരെ വിരളമായിട്ട് ഇത് പുരുഷന്മാരിലും, നമ്മൾ ശരിക്കും ഒരു ശതമാനക്കണക്കെടുത്ത് നോക്കിയാൽ 1% ആണ് പറയുന്നത്. അത് ഈ പറഞ്ഞ പുരുഷന്മാരിലും വരാം. അത് ഇതുപോലെ തടുപ്പ് പോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെയും ചികിത്സ ഏകദേശം ഇതുപോലെ തന്നെയാണ്. കാരണം സ്ത്രീകളിലും പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സ ഒരുപോലെ തന്നെയാണ് ചെയ്യുക. ഈ സ്ക്രീനിങ് ഉപയോഗിച്ച് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തുടക്കം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് സ്ക്രീനിങ് കൂടെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ക്യാൻസറുകളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഓറൽ ക്യാൻസർ, നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സെർവിക്കൽ ക്യാൻസർ, സ്ത്രീകളിലെ ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയും. നമ്മൾ നേരത്തെ ആദ്യം സംസാരിച്ച പോലെ തന്നെ സ്ക്രീനിങ് കൂടെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം ക്യാൻസറുകളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഓറൽ ക്യാൻസർ, വായിൽ വരുന്ന ക്യാൻസർ, അല്ലെങ്കിൽ പിന്നെ സെർവിക്കൽ ക്യാൻസർ, സ്ത്രീകളിൽ വരുന്ന ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയും. മൂന്നാമത്തേത് ബ്രസ്റ്റ് ക്യാൻസറാണ്. കാരണം നമുക്ക് നിസ്സാര ടെസ്റ്റുകളിൽ കൂടെ ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം അതിനും ഒരു 3 വശങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 രീതിയിലാണ് ആൾക്കാർ അതിനെ കാണുന്നത്. ഒന്ന്, ചെറുപ്പക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിക്കവരും വിചാരിക്കും ഇത് ഞങ്ങൾക്ക് വരുന്ന അസുഖമല്ല, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി ബോധേഡാകണ്ട, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവോ ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മിക്കവരും ഇത് ഒഴിവാക്കുക ചെയ്യുക. ആക്ച്വലി നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 20-ാം വയസ്സിലാണ്. 20-ാം വയസ്സ് മുതൽ എല്ലാ സ്ത്രീകളും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ മാസവും ഒരു ദിവസം ഒരു 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. ശരിക്കും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ട്, നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബി ബ്രസ്റ്റ് അവെയർ എന്ന്. അതായത് നമ്മുടെ ശരീരത്തെപ്പറ്റി നമ്മൾ തന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മാസവും ഇത് ചെയ്യുക.
എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്ക് സംശയകരമായിട്ട് തോന്നുവാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. അതിന് ഓങ്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തുള്ള ഒരു ഡോക്ടറെ, ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സർജനെയോ കാണിക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടെസ്റ്റുകൾ ചെയ്യുക. അപ്പം ഇത് ചെറുപ്പക്കാർ മിക്കവരും ഇത് ഒഴിവാക്കുക ചെയ്യുക. ഇത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നാണ് കാണുന്നത്. പിന്നെ രണ്ടാമത്, കാരണം ഒരു ഗ്രൂപ്പ് ഈ പ്രായമായ ആൾക്കാർ മിക്കപ്പോഴും ഒന്നെങ്കിൽ നമ്മളാരെങ്കിലും നിർബന്ധിച്ചിട്ട് 1-2 പ്രാവശ്യം മാമോഗ്രാം ചെയ്തേക്കാം. ഒന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും കൊണ്ടുപോയതാകാം. അപ്പോൾ 1-2 പ്രാവശ്യം മാമോഗ്രാം നോർമലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുക, ഞങ്ങളുടെ മാമോഗ്രാം നോർമലാണെന്നാണ് പറഞ്ഞേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇനി ടെസ്റ്റൊന്നും ആഴ്ചയിൽ ആവശ്യമില്ല എന്നാണ് പറയുക. അത് വളരെ തെറ്റാണ്. കാരണം നമുക്ക് പ്രായം കൂടും തോറുമാണ് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ. 1-2 പ്രാവശ്യം നോർമലായെന്ന് വെച്ച് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് റിസ്ക് കൂടുതലാണ്, കാരണം പ്രായം അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് മാമോഗ്രാം കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ ആവുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡ്യൂറേഷൻ മാറ്റാം. ഇപ്പോൾ എല്ലാ വർഷവും ചെയ്യുന്നതിന് പകരം ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും മിക്കവരും. അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട്, എനിക്ക് 65 വയസ്സായി, ഞാനിതുവരെ ആശുപത്രിയുടെ പടി പോലും കണ്ടിട്ടില്ല, കാരണം എനിക്കിതുവരെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നിട്ട് എനിക്കൊരു ജലദോഷം പോലും വന്നിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല എന്നും പറയാറുണ്ട്. കാരണം ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ നമ്മളറിയേണ്ടത്, ആരും ഇപ്പം ഡോക്ടറാണെങ്കിലും ഇപ്പം രോഗികളാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പണമുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് രോഗത്തിനോട് ആർക്കും ഇമ്മ്യൂണല്ല. അത് എപ്പോഴാണ് വരിക എന്ന് ആർക്കും പറയാനും പറ്റില്ല. അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ചെക്കപ്പുകൾ നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ. അതെ. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇതുവരെ പോയിട്ടില്ല എന്ന് വെച്ച് ഇനിയും പോകണ്ടെന്നല്ല അർത്ഥം. ചെക്കപ്പിന് വേണ്ടിയെങ്കിലും കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോവുക, നമ്മുടെ സ്ക്രീനിങ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഈ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്? ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സ. കാരണം അതിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് സർജറിയുടെ കാര്യം എടുക്കാം. പണ്ടൊക്കെ നമുക്കൊരു ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു ട്രീറ്റ്മെൻറ്റ്. എത്ര വലിയ മുഴയാണെങ്കിലും, ഇപ്പം നെഞ്ചിൽ ഓക്കെ അല്ലെങ്കിൽ ബ്രസ്റ്റിലാണ് മുഴയെങ്കിൽ ആ ഭാഗം മുഴുവൻ എടുത്ത് മാറ്റുക. അതിന് താഴെയുള്ള മസിൽ അല്ലെങ്കിൽ കഷത്തിലുള്ള ലിംഫ് ഗ്രന്ഥികൾ ഇതെല്ലാം എടുത്ത് മാറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷനായിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നത്. അപ്പം പക്ഷേ നമ്മുടെ ഇന്നത്തെ ആക്ച്വലി ഒരു ചിന്താഗതി അല്ലെങ്കിൽ സയൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, നമുക്ക് അസുഖം മാറ്റുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഒരു ഐഡിയൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അസുഖം മാറുക, പിന്നെ അസുഖം വരാതിരിക്കുക, പിന്നെ അല്ലെങ്കിൽ അസുഖം തിരിച്ചു വരാതിരിക്കുക, പിന്നെ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. കാരണം രോഗിയുടെ ജീവിതം വീണ്ടും പഴയ പോലെ ആക്കുക, ആൾക്ക് നോർമലായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുക, അവരുടെ സർവൈവൽ കൂട്ടുക, അല്ലെങ്കിൽ അവരുടെ ഒരു അതിജീവനം ബാക്കി എല്ലാവരെയും പോലെ ഒരുപോലെ ആക്കുക. കാരണം ആ രീതിയിലാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ക്യാൻസർ ചികിത്സ എല്ലാം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്യാൻസർ സർജറി ആക്ച്വലി ആ ഓർഗൻ മുഴുവനായിട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്തനം പറയുന്നത് സ്ത്രീയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. അപ്പം അത് അത്ര നിസ്സാരമായിട്ട് എടുത്ത് മാറ്റുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പം ഇല്ല. നമുക്ക് മാക്സിമം അത് സേവ് ചെയ്യുക എന്നുള്ള രീതിയാണ് ഇപ്പം നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. നമുക്കൊരു ട്യൂമർ ആദ്യത്തെ സ്റ്റേജിലുള്ളതാണെങ്കിൽ നമുക്കൊരു മുഴ മാത്രമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. ആ ബ്രസ്റ്റിൻ്റെ സൈസും ആകാരവും എല്ലാം പഴയ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടി വലിയ ട്യൂമർ ആണെങ്കിൽ നമുക്ക് ആ ആൾക്ക് ആ ബ്രസ്റ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കീമോ പോലുള്ള മെഡിസിൻ കൊടുത്ത് അതിനെ ചുരുക്കിയതിന് ശേഷം ആ ട്യൂമർ മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോഴും മിക്കപ്പോഴും പേഷ്യൻസിന് ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ ബ്രസ്റ്റ് മുഴുവനായിട്ട് മാറ്റിയില്ലെങ്കിൽ ക്യാൻസർ തിരിച്ചു വരുമോ എന്നുള്ളത്. കാരണം അത് തെറ്റാണ്. കാരണം രണ്ടിൻ്റെ റിസൾട്ട് ഒരുപോലെയാണ്. ബ്രസ്റ്റ് മുഴുവനായിട്ട് മാറ്റണമെന്ന് നിർബന്ധമില്ല. ട്യൂമർ മാത്രം, അതായത് പ്രോപ്പറായിട്ടൊരു ക്യാൻസർ സർജറി ആണെങ്കിൽ ട്യൂമർ മാത്രം റിമൂവ് ചെയ്താലും മതിയാവും. പക്ഷേ നമുക്ക് അതിന് ഭാഗമായിട്ട് റേഡിയേഷൻ കൂടെ ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാരണം പണ്ട് കാലത്ത് ശരിക്കും ബ്രസ്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ആ ഒരു കയ്യിലും ഫുള്ള് നീരായിരിക്കും, വലിയ നീര് തടുപ്പൊക്കെ ആയിട്ടായിരിക്കും മിക്കവരും നടക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് മിക്കവർക്കും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. കാരണം നമ്മൾ സർജറിയുടെ ഇൻറ്റൻസിറ്റി അല്ലെ അഗ്രസീവ്നെസ് കുറച്ചു. അത്രയും ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സും കുറവായിരിക്കും. പിന്നെ റേഡിയേഷൻ ആണെങ്കിലും പണ്ട് കാലത്തൊക്കെ റേഡിയേഷൻ എടുക്കുമ്പോൾ ആ നെഞ്ച് ഫുള്ള് പൊള്ളിപ്പോവുക എന്നൊക്കെ മേ ബി കേട്ടിട്ടുണ്ടാകും, അല്ലെ അവിടുത്തെ തൊലി പോവുക, അങ്ങനെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തെ റേഡിയേഷൻ കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള റേഡിയേഷനാണ്. നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ചികിത്സിക്കണമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മളെല്ലാവരും കൂടെ മീറ്റിംഗ് ഉണ്ടാകും. അതിന് ട്യൂമർ ബോർഡ് എന്നാണ് പറയുന്നത്. എല്ലാ എക്സ്പേർട്സും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് കാരണം നമ്മുടെ ഉദ്ദേശം നമുക്ക് ബെറ്റർ സർവൈവൽ അല്ലെങ്കിൽ ബെറ്റർ ഔട്ട്കം വേണം, അതോടൊപ്പം തന്നെ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫും നമുക്ക് ബെറ്റർ ആയിരിക്കണം. അപ്പം ആ രീതിയിലാണ് ഇന്നത്തെ സർജറിയും റേഡിയേഷനും എല്ലാം മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഏറ്റവും വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതായത് മെഡിസിനും കൊണ്ടുള്ള ചികിത്സയില്ല. നമ്മളെല്ലാവരും കീമോതെറാപ്പി എന്ന് പറയുന്ന പോലുള്ള ചികിത്സ, പിന്നെ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയുണ്ട്, ഹോർമോൺ തെറാപ്പിയുണ്ട്, പിന്നെ ഇമ്മ്യൂണോ തെറാപ്പിയുണ്ട്, ഒരുപാട് രീതിയിലുള്ള ചികിത്സകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടി ഔട്ട്കം ബെറ്റർ ആക്കാനും രോഗിയുടെ സർവൈവൽ അത് കൂട്ടാനും വേണ്ടി, പിന്നെ സൈഡ് എഫക്റ്റ് കുറയ്ക്കാനും. ഇപ്പോഴത്തെ കാലത്തൊന്നും അതായത് മെയിൻലി സിനിമയിലും നോവലിലും മാത്രമേ ഉള്ളൂ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി എടുത്തിട്ട് രോഗി ഛർദ്ദിച്ച് അവശയായി കിടക്കുന്നതും ഒക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ പ്രാക്ടീസിൽ ഒരു 90% ആൾക്കാരിലും എഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഛർദിയോ അതൊന്നും ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് നോർമലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. മിക്കവരും ഇതൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം സിനിമയിലൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് ശരിക്കും ചികിത്സ എടുക്കാതെ ഓടിപ്പോകുന്ന പേഷ്യൻസിലൊക്കെ ഞങ്ങളുടെ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു കുറേയൊക്കെ തെറ്റിദ്ധാരണ ഇപ്പോഴും. അതെ 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 തീർച്ചയായിട്ടും. പിന്നെ ഡോക്ടർ, ഇപ്പോൾ ബ്രസ്റ്റ് മാറ്റണതിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ ചിലവർ ക്യാൻസർ ഇല്ലെങ്കിൽ പോലും അവരുടെ ഫാമിലി ജീനിൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏഞ്ചലീന ജോളീനെയൊക്കെ പോലെ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് കളഞ്ഞതായിട്ട് ഉണ്ടല്ലോ. അതെ, അങ്ങനെ ചെയ്യണവർ ഇപ്പോഴും ഉണ്ട്. പിന്നെ അത് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. ഒരു 5% ആൾക്കാരിലാണ് ഞാൻ പറഞ്ഞ ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ടാകുക. BRCA1 BRCA2 എന്ന് പറഞ്ഞ ഓരോ ജീൻ മ്യൂട്ടേഷനൊക്കെ അവരുടെ കോശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ടുള്ള ജനറേഷൻസിൽ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഓവറി ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ പറയുന്ന ആൾക്കാരിലും അല്ലെങ്കിൽ ഈ പറയുന്ന പേഷ്യൻ്റ് ആകണമെന്നില്ല, അവരുടെ മക്കളിലും ഇത് പോസിറ്റീവ് ആണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായം കഴിയുമ്പോൾ നമ്മൾ ഈ സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട്. അതൊരു ഓപ്ഷനാണ്, എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്കപ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഓവറിയും നമുക്ക് റിമൂവ് ചെയ്യുന്ന ശരിക്കും റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഓപ്ഷനായിട്ട് നമ്മൾ പറയാറുണ്ട്. അത് എല്ലാവരും ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാറില്ല. പിന്നെ ഡോക്ടർ, ഈ പേഴ്സണലൈസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ശരിക്കും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് പേഴ്സണലൈസ്ഡ് ക്യാൻസർ ചികിത്സ അല്ലെങ്കിൽ വ്യക്തിഗതമായ ചികിത്സ എന്നാണ് അതിന് പറയുക. കാരണം ഞങ്ങളുടെയൊക്കെ OPയിൽ ഇത് പുറത്തിരിക്കുന്ന പേഷ്യൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമല്ലോ. അപ്പം മിക്കവരും ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു 10 പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇവരുടെ 10 പേരുടെയും ചികിത്സ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരു പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കും, സാറേ ആ പേഷ്യൻറ്റിന് ഇന്ന ചികിത്സയാണല്ലോ കൊടുത്തത്, എൻ്റെ അതേ അസുഖമാണല്ലോ, എനിക്കതല്ല തന്നത്. അല്ലെങ്കിൽ ഈ രോഗിക്ക് വില കൂടിയ മെഡിസിൻ ആണല്ലോ സാറേ എഴുതിയിരിക്കുന്നത്, എനിക്കതല്ല, അപ്പം എനിക്കത് പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ. അല്ലെങ്കിൽ ഇന്ന രോഗി മറ്റേ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് മരിച്ചുപോയി, അപ്പോൾ എനിക്കും ബ്രസ്റ്റ് ക്യാൻസറാണ്, ഞാനും മരിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അറിയേണ്ടത് ഓരോ ട്യൂമറും ഡിഫറെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഓരോ ട്യൂമറും ഡിഫറെൻ്റ് ആണ്. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ പറയാം, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറുള്ള 10 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് വിളിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ 10 പേരുടെയും ക്യാൻസർ ഡിഫറെൻ്റാണ്. ഞങ്ങളതിന് ട്യൂമറിൻ്റെ ബയോളജി എന്നാണ് പറയുന്നത്. ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യാസമുള്ള പോലെ തന്നെ ഓരോ ട്യൂമറും അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം വ്യത്യാസമാണ്. അപ്പം അത് ശരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ശരിക്കും ഡിസൈൻ ചെയ്യുക ചെയ്യുന്നത്. കാരണം പണ്ടത്തെ പോലെ കാരണം ഒരു ഡോക്ടർക്ക് ഒരു മുറിയിൽ നിന്ന് മരുന്ന് എഴുതി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. ഇപ്പം മെയിൻലി ഒരു ടീം വർക്കാണ്. അതിന് ഞങ്ങൾ ട്യൂമർ ബോർഡ് എന്നാണ് പറയുന്നത്.
കാരണം എക്സ്പേർട്സ് ആയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും ഒന്നിച്ചിരുന്ന് കാരണം അതിന് സർജൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റ് ഉണ്ടാകും, ദെൻ റേഡിയോളജിസ്റ്റ് ഉണ്ടാകും, പത്തോളജിസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ട്യൂമറിൻ്റെ സ്വഭാവത്തെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ അവിടുന്ന് ഡിസൈൻ ചെയ്യുക ചെയ്യുന്നത്. മേ ബി ചിലർക്ക് ഓപ്പറേഷൻ മാത്രം മതിയാവും, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ചികിത്സയൊന്നും വേണ്ടി വരില്ല. വേറെ ചിലർക്ക് ഓപ്പറേഷൻ നമുക്ക് വേണ്ടി വരില്ല, മരുന്ന് കൊണ്ടുള്ള ചികിത്സയായിരിക്കും. വേറെ ചിലർക്ക് കീമോതെറാപ്പി ആയിരിക്കും ആദ്യം കൊടുക്കുക, എന്നിട്ടായിരിക്കും ഓപ്പറേഷൻ ചെയ്യുക. അത് ഈച്ച് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഓരോ പേഷ്യൻ്റെയും ചികിത്സ വ്യത്യാസമാണ്. കാരണം ഒരു പർട്ടിക്കുലർ പേഷ്യൻ്റ് മരിച്ചെന്ന് വെച്ച് അതേപോലെ തന്നെ കാരണം എനിക്കും വരുമെന്ന് വേറൊരു പേഷ്യൻ്റ് പേടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ആ പേഷ്യൻ്റ് ട്യൂമറിൻ്റെ സ്വഭാവം കുറച്ചുകൂടെ അഗ്രസീവ് ആയിരിക്കും. അത് ആ ഡോക്ടർക്കാണ് ആക്ച്വലി, ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ ടീമിനാണ് അത് അറിയാവുന്നത്. അപ്പം നിങ്ങളുടെ ഡോക്ടറെ ടീമിനെ ട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ അഡ്വൈസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ പേഴ്സണലൈസ്ഡ് ക്യാൻസർ മെഡിസിൻ എന്ന് പറയുമ്പോൾ ട്യൂമറിൻ്റെ റിസപ്റ്റർ, അതായത് ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുണ്ട്, ഹോർമോൺ നെഗറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ രീതിയിലുള്ള ചികിത്സകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു റിസപ്റ്റർ പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആൻറ്റിബോഡി കൊടുത്തു കഴിഞ്ഞാൽ ആ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്യൂമറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ട്യൂമർ കോശങ്ങൾ മാത്രമേ നശിക്കുകയുള്ളൂ, നോർമൽ കോശങ്ങളൊന്നും നശിക്കില്ല. അപ്പോൾ ക്യാൻസർ ചികിത്സയുടെ സൈഡ് എഫക്ട്സും കുറവായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ക്യാൻസർ മെഡിസിൻ. ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുന്നത്, കാരണം ഒരാൾക്ക് ഷർട്ട് തയ്ക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഡ്രസ്സ് തുന്നുന്ന പോലെയാണ് ഓരോ പേഷ്യൻറ്റിനുള്ള ചികിത്സ. കാരണം ഒരാൾക്കുള്ള ഷർട്ട് വേറൊരാൾക്ക് ഒരിക്കലും പാകമാവില്ല. അതാണ് പേഴ്സണലൈസ്ഡ് ക്യാൻസർ മെഡിസിൻ. ഈ അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറുള്ള എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ട്രീറ്റ്മെൻറ്റ്? അല്ല, ഡിഫറൻസ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ 10 പേർ അല്ലെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. കാരണം ചില ആൾക്കാർക്ക് നമുക്ക് റേഡിയേഷൻ ഒഴിവാക്കാൻ പറ്റും, വേറെ ചില ആൾക്കാർക്ക് കീമോതെറാപ്പി ആവശ്യം വരില്ല. കാരണം പണ്ടൊക്കെ ഞാൻ പറഞ്ഞ പോലെ, കാരണം ട്യൂമർ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. കാലിലൊരു മുഴയുണ്ടെങ്കിൽ ആ കാല് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരുന്നു പണ്ടത്തെ ചികിത്സ. ഈ ബ്രസ്റ്റിലൊരു മുഴയുണ്ടെങ്കിൽ ഇവിടുത്തെ മസിൽ സഹിതം നമ്മൾ മുറിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു ചികിത്സ. ഇന്ന് ആക്ച്വലി ആ രീതി മാറി. അതേപോലെ തന്നെ പണ്ട് എല്ലാവർക്കും കീമോതെറാപ്പി നമ്മൾ കൊടുത്തിരുന്നു, കാരണം ഇത് അസുഖം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി എല്ലാവർക്കും ഇത് ആവശ്യമില്ല നമുക്ക്. കാരണം ഇതുകൊണ്ട് എത്രമാത്രം കീമോ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ രോഗിക്ക് എത്രമാത്രം ബെനിഫിറ്റ് കിട്ടുമെന്ന് നോക്കാനുള്ള ടെസ്റ്റുകൾ ഇന്നുണ്ട്, അല്ലെങ്കിൽ അസുഖം തിരിച്ചു വരാൻ എത്രമാത്രം സാധ്യതയുണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പം അത് നോക്കിയിട്ടാണ് ഈ പേഷ്യൻറ്റിന് കീമോ വേണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം കുറച്ച് പേഷ്യൻസ് നമുക്ക് കീമോ ഒഴിവാക്കാൻ പറ്റും, പക്ഷെ വേറെ കുറച്ച് പേഷ്യൻസിന് കീമോ എന്താണെങ്കിലും വേണ്ടി വരും. അപ്പം നമ്മൾ അവരെ നിർബന്ധിക്കും, കാരണം അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇത് വരുന്നതെന്നുള്ള കാര്യം. ഇതെന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ക്യാൻസർ വീണ്ടും തിരിച്ചു വരുന്നത്? അതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്യൂമറിൻ്റെ ബയോളജി എന്ന് പറയും. അതായത് അഗ്രസീവായിട്ടുള്ള ജനിതക മ്യൂട്ടേഷൻ സംഭവിച്ച ക്യാൻസറുകൾ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസർ കുറച്ചുകൂടി കട്ടി കൂടിയ ക്യാൻസറാണ്, നമ്മൾ ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊക്കെ പറയും. അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യാൻ റിസപ്റ്ററുകളൊന്നുമില്ല. അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കീമോ കൊടുത്തു കഴിഞ്ഞാലും പിന്നീടും ഈ ക്യാൻസർ കോശങ്ങൾ അവിടെ നിന്ന് വളർന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ ടൈപ്പുള്ള അല്ലെങ്കിൽ അഗ്രസീവ് അല്ലാത്ത ക്യാൻസറുകൾ. അപ്പോൾ ഈ ഹോർമോൺ പോസിറ്റീവ് റിസപ്റ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ ഹോർമോണിനെതിരെയുള്ള ചികിത്സ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസർ തിരിച്ചു വരാതിരിക്കും, കാരണം ആ റിസപ്റ്ററിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അപ്പം അതാണ് ഈ ക്യാൻസർ തിരിച്ചു വരുന്നതും വരാത്തതും തമ്മിലുള്ള, കാരണം ആ ട്യൂമറിൻ്റെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം ചിലതിനെ നമുക്ക് ആക്ച്വലി മെരുക്കാൻ കഴിയില്ല, വേറെ ചിലതിനെ നമുക്ക് ഈസി ആയിട്ട് മെരുക്കാൻ കഴിയും. ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും? ഇത് എല്ലാവരും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, ക്യാൻസറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ആൻസർ നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല ഒരു ക്യാൻസറും, കാരണം ഇത് ഒരു കാരണങ്ങൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്. ഏതെങ്കിലും 1-2 കാരണങ്ങൾ കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ കാരണം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവില്ല എന്ന് പറയാം. പക്ഷേ മിക്ക ക്യാൻസറുകളും ഇറ്റ് ഈസ് മൾട്ടി ഫാക്ടോറിയൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൽ ഒരാളിൽ സംഭവിക്കുമ്പോഴാണ് കാരണം ഒരാളിൽ ക്യാൻസർ വരുന്നത്.
ഓക്കെ, അതിൽ അയാളുടെ ശീലങ്ങളുണ്ടാകാം, അതായത് പുകവലി, മദ്യപാനം ഉണ്ടാകാം, അയാളുടെ ലിവിങ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകാം, അതായത് കഴിക്കുന്ന ഭക്ഷണം, വ്യായാമമില്ലായ്മ, ഇതെല്ലാം ഉണ്ടാകാം. പിന്നെ എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടറും ഉണ്ടാകാം, അതായത് പൊല്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളുണ്ടാകാം, ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഇതെല്ലാം കൂടെ ആക്ച്വലി ഇതിൽ പല കാര്യങ്ങളും ഒന്നിച്ച് സംഭവിക്കുമ്പോഴൊരു ക്യാൻസർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാൻസറും 100% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറ്റില്ല. പക്ഷേ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. ഏർലി ഡിറ്റക്ഷൻ. ശരിക്കും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം, നമുക്കതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിലേറ്റീവ്ലി സിമ്പിളായിരിക്കും. മേ ബി ഒരു ഓപ്പറേഷൻ മാത്രം മതിയാകും. ഓക്കെ, അത് അല്ലാന്നുണ്ടെങ്കിൽ ഹോർമോൺ ചികിത്സ മാത്രം മതി, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയാകാം. അപ്പം അതുകൊണ്ട് വളരെ മിനിമം ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അസുഖം പൂർണ്ണമായിട്ട് മുക്തമായിട്ട് നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റും. അതാണ് നേരത്തെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. പിന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ റിസ്ക് അറിഞ്ഞിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസ്ക് ആക്ച്വലി കുറയ്ക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞ റിസ്ക്കുകളുണ്ടോ, ഹോർമോണൽ ലൈഫിൻ്റെ കാര്യങ്ങൾ, അതല്ലെങ്കിൽ മദ്യപാനം, പിന്നെ അമിതവണ്ണം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതിനകത്തൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആക്ച്വലി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ചെയ്താൽ എനിക്കൊരിക്കലും ക്യാൻസർ വരില്ല എന്നല്ല. ഈ പറഞ്ഞ സ്ക്രീനിങ്ങും ടെസ്റ്റും എല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഒരാളെ വെച്ച് നോക്കുമ്പോൾ റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും നമുക്ക് വിവരിച്ചു തന്നു. പ്രേക്ഷകർക്ക് ഡോക്ടറിൻ്റെ ഈ വിവരണങ്ങൾ സഹായകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.